after that. This point is very important. നമ്മൾ ഒരു ടീമായിട്ട് നമ്മുടെ വിഷൻ ഷെയർ ചെയ്തു. ഒരു ചർച്ച് ലീഡർ ആയിരിക്കാം, ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൊഫഷൻ്റെ ഭാഗമായിട്ടായിരിക്കാം. യു ഹാഡ് എ ഗുഡ് വിഷൻ. ആ വിഷൻ നിങ്ങളെ ഷെയർ ചെയ്തു. അവർ നിങ്ങളെ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തു. വിഷൻ കൊണ്ട് നിങ്ങൾ മാത്രമേ നന്നാകത്തുള്ളൂ എന്ന് വിചാരിച്ചു. അവർക്കൂടെ നന്മയാണ് എന്നുള്ള വലിയ സത്യം അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളെ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തു. നിങ്ങളുടെ എനിമീസായിട്ട് മാറി. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, ഞാനിവിടെ ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്, ഡിസ്അസോസിയേറ്റ്. ഓക്കെ, ഈ രണ്ട് ടേം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അസോസിയേറ്റ് ആൻഡ് ഡിസ്അസോസിയേറ്റ്. ഡിസ്അസോസിയേറ്റ് ചെയ്യാൻ താമസിക്കുന്ന ഓരോ സെക്കൻഡും നിങ്ങളുടെ ജീവിതത്തിലെ പരാജയം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രസ്സിന്, നിങ്ങളുടെ പഠിത്തത്തിന് സഹായിക്കാത്ത ഒരു ടീമുമായിട്ടുള്ള അസോസിയേഷൻ കണ്ടിന്യൂ ചെയ്യുന്ന ഓരോ സെക്കൻഡും നിങ്ങളുടെ ജീവിതത്തിലെ പരാജയം വർദ്ധിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്നേഴ്സ് ഉണ്ട്. പാർട്ട്നേഴ്സ് നിങ്ങളെ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തു, നിങ്ങളുടെ എനിമീസായി മാറി. അവിടെ നമ്മൾ വീണ്ടും അവരുടെ കൂടെ നിന്ന് അവരെ നന്നാക്കാൻ ശ്രമിച്ചാൽ ഓരോ സെക്കൻഡും നമ്മുടെ ജീവിതത്തിൽ പരാജയത്തിൻ്റെ ആഴം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഡിസ്അസോസിയേറ്റ്. വി ആർ ലീവിങ് ദം. യു ഹാവ് മിസ്അണ്ടർസ്റ്റുഡ് മീ. യു ആർ നോട്ട് ഹെൽപ്ഫുൾ ഫോർ ദ ഫുൾഫിൽമെന്റ് ഓഫ് മൈ വിഷൻ. You are not my team. I thought that you would be my team, but you failed to act. You failed, so I am disassociating. ജോസഫ് അതാണ് ചെയ്തത്. മനഃപൂർവ്വം അല്ലെങ്കിലും ജോസഫിന്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. He disassociated with his brothers and father. അവരോടുള്ള ബന്ധം എന്നൊക്കെ അവിടെ നിർത്തിയില്ല. അവരെ ശത്രുക്കളായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചില്ല. ഇനി ഒരിക്കലും എൻ്റെ ബ്രദേഴ്സിനെ കാണണ്ട എന്ന് പറഞ്ഞില്ല. എൻ്റെ ഫാദർ എൻ്റെ കൂടെ നിന്നില്ല, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു സമയത്ത് അവസരം കിട്ടിയാൽ ഞാൻ പകരം വീട്ടും എന്ന് ജോസഫ് പറഞ്ഞില്ല. സിംപ്ലി he has decided to disassociate with his brothers and father. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. നമ്മുടെ ടീം പരാജയപ്പെടുന്നു എന്ന് തോന്നിയാൽ, അവർ നമ്മുടെ കൂടെ നിൽക്കുന്നില്ല എന്ന് തോന്നിയാൽ, വീണ്ടും അവിടെ നിന്ന് അവരെ നന്നാക്കാൻ ശ്രമിക്കാതെ ഡിസ്അസോസിയേറ്റ്, ബന്ധം വിച്ഛേദിക്കുക. ഇവിടെ മലയാള ട്രാൻസ്ലേഷൻ ചില പ്രോബ്ലംസ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സോ ഡിസ്അസോസിയേറ്റ്. അവരെ കണ്ട ചിരിക്കത്തില്ലെന്നല്ല, അവരെ കണ്ട കൈ കൊടുക്കത്തില്ലെന്നല്ല, അവർക്ക് രോഗം വന്നാൽ അവരെ ആശുപത്രി പോയി കാണത്തില്ലെന്നല്ല, ബട്ട് വി ആർ ഡിസ്അസോസിയേറ്റിംഗ്. ഓക്കെ, ബട്ട് വി ആർ ഡിസ്അസോസിയേറ്റിംഗ്. ദേ ആർ നോട്ട് അവർ ടീം എനിമോർ. ഇനി മുതൽ നിങ്ങൾ എൻ്റെ ടീം അല്ല. ഐ എം ഗോയിങ് ഇൻ സെർച്ച് ഓഫ് അനദർ ടീം. മുന്നോട്ടും ദൂരോട്ടും പോവുകയാണ്. ഓക്കെ, ദൂരോട്ട് പോകുന്നപ്പോൾ തന്നെ ഐ എം ഗോയിങ് ഫോർവേഡ്. അതുകൊണ്ട് ജോസഫ് മനഃപൂർവ്വം അല്ലെങ്കിലും മറ്റൊരു ദേശത്തിലേക്ക് യാത്ര